ഫോട്ടോ സാധിച്ചില്ല. ഇതുവരെയും അമ്മയും ഉണ്ണീശോയും ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട എല്ലാ സാഹചര്യങ്ങൾക്കും കൊടുത്ത് ഒത്തിരി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 89:28 എൻ്റെ കരുണ എപ്പോഴും അവൻ്റെ മേൽ ഉണ്ടായിരിക്കും, അവനോടുള്ള എൻ്റെ ഉടമ്പടി അചഞ്ചലമായി നിലനിൽക്കും. വിനു ഷോബി എന്ന ഈ സഹോദരി തൻ്റെ മകളോട് ചേർന്ന് ഉടമ്പടി ജീവിതത്തിലെ 3 ദൈവാനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ആദ്യത്തേത്, സഹോദരിക്ക് ഈ കഠിന നാളുകളിലുണ്ടായ ബ്രസ്റ്റ് ലംബ്, അത് ഏത് തരത്തിലും ഗുരുതരമായി മാറാം എന്ന സാധ്യതയുള്ളത് പ്രീ ഹിസ്റ്ററി ഉള്ളൊരു വിഷയം കൂടിയായിരുന്നു. അത് അമ്മ മാതാവിൻ്റെ ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഏതാണ്ട് ഒരാഴ്ചയോളം അതുമാത്രം മറ്റ് മരുന്നോ ലേപനമോ ഒന്നും ഉപയോഗിക്കാതെ ഉടമ്പടി തൈലം മാത്രം കുരിശടയാളം വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഇന്നലെ പോയി പരിശോധിക്കുമ്പോൾ യാതൊരു കുഴപ്പവുമില്ല, അത് നന്നായി ചുരുങ്ങിയിട്ടുണ്ട്, പേടിക്കേണ്ടതൊന്നുമില്ല എന്ന റിസൾട്ട് കിട്ടിയതിൻ്റെ സന്തോഷമാണ് ആദ്യം പങ്കുവച്ചത്. രണ്ടാമത്തത്, തൊണ്ടയിൽ ഒരു സക്കുവിൻ്റെ കുരു അത് വെർട്ടിക്കലായി അത് വീണതാണ്. അത് തടയുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാത്ത വിധത്തിൽ വല്ലാത്ത ക്ലേശം അനുഭവിക്കുകയും ശ്വാസമുട്ടലാവുകയും ജീവിതം വല്ലാതെ ബുദ്ധിമുട്ടിലാവുകയും ചെയ്ത നിമിഷങ്ങളെയാണ് സഹോദരി സൂചിപ്പിച്ചത്. അത് ശ്വാസകോശത്തിൻ്റെ ഉള്ളിലേക്ക് പോകുവാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു അപകടകരമായ അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നത്. ചുമക്കരുതെന്ന് പോലും ഡോക്ടർമാർ പറഞ്ഞിരുന്ന നിമിഷങ്ങളായിരുന്നു അത്. സഹോദരി പറയുന്നുണ്ട്, അത് സംഭവിച്ച നിമിഷം തന്നെ ഉടമ്പടി തൈലം ഞാൻ തൊണ്ടയിൽ കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയുടെ കരങ്ങളിലാണ് ഏൽപ്പിച്ചത്. സ്വയം ആദ്യം ഞാൻ കുറച്ച് പരിശ്രമം നടത്തി, അത് മുഴുവനും പാഴായി. എനിക്ക് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വിഷമിച്ച് ആകെ അസ്വസ്ഥമായ നിമിഷങ്ങളിലും ഉടമ്പടി കാശുരൂപം എൻ്റെ കരങ്ങളിലെടുത്ത് പിടിച്ചും ഉടമ്പടി തൈലം പൂശിക്കൊണ്ടും നിരന്തരം പ്രാർത്ഥിച്ചാണ് ആശുപത്രിയിൽ എത്തിയതും. ആശുപത്രിയിൽ അവർ നടത്തിയ പരിശോധനകളിലും ഓപ്പറേഷൻ മാത്രമേ ഇനിയുള്ളൂ, വേറെ ഒരു തരത്തിലും അത് കിട്ടില്ല എന്ന രീതിയിൽ അവർ തീരുമാനമെടുത്തുകൊണ്ട് ഒരല്പനേരം ഒന്ന് വെയിറ്റിംഗ് പീരീഡ് കൊടുക്കുന്നുണ്ട്. അപ്പോഴും ചുമക്കരുതെന്ന് മാത്രമാണ് പറയുന്നത്. സാഹചര്യങ്ങളെല്ലാം എതിരാണ്. ഇനി ഗുരുതരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പങ്കാളിയോടും മകളോടുമൊക്കെ ഒപ്പക്കിയിട്ട് വാങ്ങിയതിന് ശേഷം വെയിറ്റ് ചെയ്യുമ്പോഴും ചേച്ചിയുടെ പ്രതീക്ഷ മുഴുവനും അമ്മ മാതാവിൽ മാത്രമായിരുന്നു. അമ്മ മാതാവ് ഒരു വഴി തുറക്കും, പ്രശ്നത്തിന് പരിഹാരമുണ്ടാവും, ആരോഗ്യം വീണ്ടും കിട്ടും എന്ന പൂർണ്ണമായ ബോധ്യത്തോടു കൂടിയാണ് ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് വീണ്ടും തൈലം പൂശി കുരിശടയാളം വരച്ച് ജപമാല ചൊല്ലുന്നത്. അപ്പോൾ വന്ന ഒരു ചുമ, അതോടൊപ്പം വന്ന ആ വലിയ കുരു, അത് ആ പ്രശ്നം മുഴുവനും നിസ്സാര നിമിഷങ്ങൾ കൊണ്ട് മാറിപ്പോവുകയും അതുവഴി ലഭിച്ച സൗഖ്യത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. സഹോദരി പറയുന്നുണ്ട്, അതിൻ്റെ മൂർത്ത വശങ്ങൾ വഴി തൊണ്ട മുഴുവനും പൊട്ടി രക്തമൊത്തിരി വന്നെങ്കിൽ കൂടിയും ഒരു അപകടവും ഉണ്ടാവാതെ അധ്യാപികയായ സഹോദരിക്ക് അതിൻ്റെ യാതൊരു ക്ലേശവും ഒന്നും കൊടുക്കാതെ പൂർണ്ണമായും സൗഖ്യം നൽകുകയും ആര് ചോദിച്ചാലും ഇതെൻ്റെ ഉടമ്പടി മാതാവ്, എൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണവും സഹായവുമാണ് ഈ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുവാൻ പറ്റുന്ന വിധത്തിൽ തന്നെ ധൈര്യപ്പെടുത്തിയതിനെയും സൂചിപ്പിക്കുകയാണ്. മൂന്നാമത്തത്, മകൾക്കുണ്ടായ ഒരു മിക്സിയുടെ ജാറ് അതിൻ്റെ ടോപ്പ് തുറന്നു പോവുകയും ആ ചൂട് പാല് മുഴുവനും മുഖത്ത് വീണ് വല്ലാതെ പൊള്ളലേൽക്കുകയും ചെയ്ത വിഷയം. അത് കൊറോണ കാലമായതിനാൽ എങ്ങോട്ടും പോകുവാനാവാതെ വിഷമിച്ചപ്പോഴും അമ്മ അതേ വിശ്വാസത്തോടു കൂടി ഉടമ്പടി തൈലം പൂശി കുരിശടയാളം വരച്ച് അമ്മ മാതാവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാണ് സൂചിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഉടമ്പടി തൈലം അത് നമുക്ക് ഉടമ്പടി ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അമൂല്യമായ ഔഷധമാണ്. അത് സൗഖ്യപ്പെടുത്തുന്ന ഔഷധമായിട്ട്, അത് ജീവിതത്തെ ബലപ്പെടുത്തുന്ന ഔഷധമായിട്ട്, അത് വലിയ തടസ്സങ്ങളെയൊക്കെ നിസ്സാരമായി മാറ്റിത്തരുന്ന ഏറ്റവും കരുത്തുള്ള അഭിഷേക തൈലമായിട്ട് നമുക്കെപ്പോഴും ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതായി ഒത്തിരി മക്കൾ ഈ അൾത്താരയിൽ നിരന്തരം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സഹോദരി പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത കാലം മുതൽ ഒരിക്കലും കുർബാന മുടങ്ങാറില്ല. കുമ്പസാരം ഞാനത് അടിക്കടി ഞാൻ ചെയ്യാറുണ്ട്. അച്ഛൻ്റെ ധ്യാനം കൂടുന്നത്, വചനം വായിക്കുന്നത്, കാരുണ്യ പ്രവൃത്തി ചെയ്യുന്നത്, സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നത് ഞാൻ അന്നു മുതൽ ഇന്ന് വരെയും അതിനോടെന്നും ഞാൻ നീതി പുലർത്തി വിശ്വസ്തയോടുകൂടി ഞാൻ മുന്നോട്ട് പോകുമായിരുന്നു. അതുകൊണ്ട് വിശ്വസ്തനായ ദൈവം അവൻ ചെയ്ത ഉടമ്പടി ഏത് സമയത്തും ഏത് അപകടാവസ്ഥയിലും അവനത് സ്മരിക്കുകയും നമുക്കത് അനുഗ്രഹത്തിന് കാരണമാക്കി മാറ്റുകയും ചെയ്യുന്നു. അതാണ് അവിചാരിതമായി വന്നതാണ്,
3 വിഷയങ്ങളും. എന്നാൽ ഓരോ വിഷയത്തിലും തക്ക സമയത്ത് അമ്മ മാതാവിൻ്റെ സംരക്ഷണം ലഭിക്കുകയും സൗഖ്യവും ആരോഗ്യവും പ്രതിസന്ധി മാറ്റിക്കൊടുക്കുകയും ചെയ്തതിനെയാണ് കുടുംബം സാക്ഷ്യപ്പെടുത്തിയത്. ഭാരങ്ങൾ ലഘൂകരിച്ച് ജീവിതത്തിൻ്റെ രോഗാവസ്ഥകളെ എടുത്തു മാറ്റി ആരോഗ്യവും ശ്രേയസ്സും നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തി. 2 ദർശനങ്ങൾ സഹോദരി സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ആദ്യത്തത്, വീടിനകത്ത് ജീവിത പങ്കാളിയുടെ ജോലി ഒന്ന് ഇടക്കാലത്ത് വെച്ചൊന്ന് തടസ്സം വരികയും സാലറികൾ കിട്ടാതെ 6 മാസത്തോളം കുടുംബം പ്രതിസന്ധിയിലാവുകയും ചെയ്തപ്പോൾ വീടിന് ചുറ്റും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച കാര്യത്തെക്കുറിച്ചും ആ നേരം പ്രാർത്ഥന കഴിയുമ്പോൾ ഇവിടെ വണക്കമാസം നടക്കുന്ന അതേ കാലത്ത് ആ പ്രാർത്ഥനാ മുറിയിൽ നിന്നും അടുക്കളയിലേക്ക് ഒരു രൂപം, ഒരു നിഴൽ പോലെ ഇങ്ങനെ പോകുന്നത് വ്യക്തമായി കാണുന്നു. അത് ശരിക്കും അമ്മ മാതാവ് മകൻ ആഗ്രഹിച്ച് പറഞ്ഞിരുന്നു, എനിക്ക് മാതാവിനെ കാണണമെന്ന് കൂടി. അങ്ങനെ അവനാണ് കൃത്യമായി കാണുന്നതും. പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഒരാൾ അടുക്കളയിലേക്ക് പോകുന്നു. അടുക്കളയാണ് ഏറ്റവും അവസാനം എന്തുണ്ട് എന്തില്ല എന്നറിയുന്നൊരിടം. പുറമേ നമ്മൾ എത്ര കണ്ട് വിനയപ്പെടുത്തിയാലും അടുക്കള എത്തുമ്പോഴറിയാം അതവിടെ സമൃദ്ധിയാണോ ദാരിദ്ര്യമാണോ എന്ന്. അടുക്കളയിലേക്ക് പോയ അമ്മയുടെ ആ ഒരു ദർശനത്തിന് ശേഷമാണ് സഹോദരി ഭർത്താവ് ഡോക്ടറായി ജോലി ചെയ്യുന്ന വിദേശ രാജ്യത്തുള്ള സിഇഒയ്ക്ക് വാട്സാപ്പിലൊരു മെസ്സേജ് അയക്കുന്നതും ജീവിത വിഷയം അവതരിപ്പിക്കുന്നതും. സഹോദരി പറയുന്നുണ്ട്, ചുരുങ്ങിയ ദിവസം കൊണ്ട് 6 മാസത്തെ സാലറി, പിന്നെ ജീവിതാവസ്ഥകൾ കണ്ടിട്ട് 1 മാസത്തെ കോമ്പൻസേഷൻ എന്ന രീതിയിൽ 7 ലക്ഷത്തോളം രൂപയും ചേർത്താണ് അയക്കുന്നത്. ഇത് കാനായിലെ വിവാഹ വിരുന്നിൽ അമ്മ മാതാവ് കലവറ വരെ എത്തിയെന്നാണ് നമ്മളെപ്പോഴും അറിയുന്നത്. കലവറ വരെ എത്തിയ അമ്മയ്ക്ക് മാത്രമേ കുറവെന്ത് തിരിച്ചറിയുവാൻ സാധിക്കൂ. അതാണ് ആദ്യത്തെ അത്ഭുതം. അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ ശിഷ്യരെ പ്രചോദിപ്പിക്കുന്ന ഇടപെടലായിത്തീരുന്നത്. അതുകൊണ്ട് ആരൊക്കെയാണോ അടുക്കള വരെ അമ്മയെ കൂട്ടിക്കൊണ്ടുവരിക, അവരുടെ ഒരു ക്ലേശവുമില്ലാതെ നിരന്തരം അമ്മ സഹായിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുക. പ്രിയമുള്ളവരെ, നമ്മുടെ അടുക്കളകളിൽ അമ്മയെ എത്തിച്ചേരും വിധം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം. എന്ത് കുറവാണെങ്കിലും അവൻ പറയുന്നത് പോലെ ചെയ്യുവാൻ ജീവിതം ഒരുക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ, ഉടമ്പടിയിൽ നമ്മൾ വിശ്വസ്തതയുള്ളവരാണെങ്കിൽ, ഏത് അപകടത്തിലും ഏത് അവിചാരിതമായ ജീവിത വിഷയത്തിലും അമ്മ മാതാവ് തിരുക്കുമാരനെ കൂട്ടിക്കൊണ്ടുവന്ന് ജീവിതത്തെ സംരക്ഷിക്കുകയും സൗഖ്യപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ എൽത്താരയിൽ പങ്കുവച്ചത്. അമ്മ മാതാവിലൂടെ ലഭിച്ച ഈ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.